ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെൻസ് ഓഫ് വാമൺ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയാണ്. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ 1873 ജനുവരി 2 അലൻസോണിൽ ജനിച്ചു. പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യധനമുള്ള ഒരു പട്ടുവ്യാപാരിയായുണ്ട്. മരിയ, പൗണിക്, ലയോണീസ്, സെലിൻ, തെരേസ എന്നീ 5 പേരും ലൗകാധികരായി മാറാമായിരുന്നു. എന്നാൽ 4 പേർ കർമ്മലിത്ത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ചെയ്തത്. ത്രേസ്യയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. താമസിക്കാതെ മാർട്ടിൻ ലിസ്യുവിലേക്ക് മാറി താമസിച്ചു. ത്രേസ്യയ്ക്ക് 10 വയസ്സ് പൂർത്തിയായപ്പോൾ ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. 1 മാസത്തോളം രോഹിണിയായി കിടന്നു. 1883 മെയ് 13 പെന്തക്കോസ്താ ദിവസം ത്രേസ്യയുടെ മുറിയിലിരുന്ന വിജയമാതാവിന്റെ രൂപം ത്രേസ്യയെ നോക്കി പുഞ്ചിരിച്ചു. അതോടെ ത്രേസ്യയുടെ ആലസ്യം നീങ്ങി. 15 വയസ്സിൽ ത്രേസ്യ കർമ്മലിത്ത മഠത്തിൽ ചേരാനുള്ള അനുവാദം വാങ്ങാൻ തന്റെ അപ്പച്ചന്റെ കൂടെ റോമയിൽ പോയി. 1889 ജനുവരി 10 സഭാവസ്ത്രം സ്വീകരിക്കും. അടുത്ത വർഷം സെപ്റ്റംബർ 8 പ്രഥമ വാഗ്ദാനം ചെയ്തു. അപ്പോഴേക്കും പിതാവ് തളർവാദ രോഗിയായി കായൻ ആശുപത്രിയിൽ കിടപ്പായി. 1893 ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തു. 24 വർഷത്തേക്ക് മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൽ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കിടന്നു. ദൈവമേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പം അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടേയിരിക്കുന്നു.